അതിദരിദ്രരെ ഇല്ലാതാക്കിയൊരു സർക്കാരുണ്ടായിരുന്നു, പിണറായി സർക്കാരിൻ്റെ ഗവൺമെൻറ്. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് വി.ഡി. സതീശൻ സർക്കാർ 6 ലക്ഷം രൂപ അതിദരിദ്രർക്ക് വീട് വയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇല്ലാതാക്കിയ അതിദരിദ്രരൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് ഉണ്ടാകുന്നു? ഒരു PR വർക്കിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തണമല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ യാതൊന്നുമേ കൂട്ടിച്ചേർക്കാൻ സാധിക്കാത്ത, സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത, ആകെയുള്ളത് ആ K-ഫോൺ എന്തുമാണ്, അതിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഒരു സർക്കാർ 10 വർഷം കഴിഞ്ഞ് അരങ്ങൊഴിഞ്ഞു പോകാറാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനം നടത്തണമല്ലോ. അതുകൊണ്ട് വലിയ ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ലിസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിദരിദ്ര മുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ചത്. അതിദരിദ്രർ കേരളത്തിലില്ലേ? ഉണ്ട്. എല്ലാ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും വാർഡുകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അവരവരുടെ വാർഡുകളിൽ അതിദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന എത്ര പേരുണ്ടാകുമെന്ന കൃത്യമായ കണക്കുണ്ടാകും. രാഹുലിൻ്റെ നാട്ടിലും എൻ്റെ നാട്ടിലും നമ്മളിപ്പോൾ ഇരിക്കുന്ന നാട്ടിലുമൊക്കെ അതിദരിദ്രരായ ആളുകളുണ്ട്. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, വസ്ത്രം വാങ്ങാൻ നിവൃത്തിയില്ലാത്തവർ, അടച്ചുറപ്പുള്ള ഭവനങ്ങളില്ലാത്തവർ ഒരുപാട് പേരുണ്ടെന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിദരിദ്രർ ഈ നാട്ടിലുണ്ട്. അത് സർക്കാർ കടലാസിലൂടെ ഇല്ല എന്ന് പ്രഖ്യാപിച്ചാലും ഉണ്ട് എന്ന് തന്നെയാണ് അതിനുത്തരം. ഇനി 6 ലക്ഷം രൂപ ഭവന പദ്ധതിക്ക് കൊണ്ടുവരുന്നു എന്നൊരു പ്രഖ്യാപനം നമ്മൾ കേട്ടു. അതിദരിദ്രർക്ക് മാത്രമല്ല, ദരിദ്രർക്ക് സർക്കാരിൻ്റെ ഭവന പദ്ധതി പ്രകാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ലൈഫ് ഭവന മിഷൻ പദ്ധതി പ്രകാരം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക എത്രയാണ്? 4 ലക്ഷം രൂപ. പണിയേണ്ടത് എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ്? 400 സ്ക്വയർ ഫീറ്റ് സ്ഥലം. 425 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് പണിയേണ്ടത്. ആ 425 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമുകൾ, കിടപ്പുമുറികൾ വേണം, ഒരു ഹോള് വേണം, കിച്ചൺ വേണം, ഒരു ബാത്റൂം വേണം. ഇത്രയും സാധനങ്ങളാണ് ഈ 400 സ്ക്വയർ ഫീറ്റിൽ പണിയേണ്ടത്. 10-10 ഒരു ബെഡ്റൂം എടുത്താൽ 100 സ്ക്വയർ ഫീറ്റ് മാറി. അങ്ങനെ 2 ബെഡ്റൂം ആയപ്പോൾ 200 സ്ക്വയർ ഫീറ്റ്. ബാക്കിയുള്ള 200 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഹോളും അടുക്കളയും ബാത്റൂമും ഒരു സാധാരണ വീട്ടിൽ പണി കഴിപ്പിക്കേണ്ടത്. ഇനി ഇതിൽ കൂടുതൽ പണി കഴിപ്പിച്ചാൽ പഞ്ചായത്ത് അനുവാദം നൽകുമോ? നൽകില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന, സാധാരണഗതിയിൽ കാണുന്ന 4 കാലിൽ ഷീറ്റിട്ട് തറയിൽ ടൈലിട്ട, മാർബിൾ ഇട്ട ഒരു സ്റ്റീലിൻ്റെ നമ്മുടെ മനുഷ്യൻ്റെ പൃഷ്ഠം ഇറക്കി വെച്ചാൽ അതിനിടയിലുള്ള ഗ്യാപ്പിലൂടെ മുകളിലേക്ക് കയറി പോവുകയും ഇരിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന, അമ്മപെങ്ങന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത, സഹോദരങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാധാരണ വെയിറ്റിംഗ് ഷെഡിൻ്റെ നിർമ്മാണ തുകയായി എഴുതി വെക്കാറുള്ള തുക എത്രയാണ്? 10 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഒരു സാധാരണക്കാരൻ്റെ വീട്, ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയാൻ അതിൻ്റെ തറയൊരുക്കി, ഫൗണ്ടേഷൻ ഇട്ട്, ബേസ്മെൻറ്റ് കെട്ടി, 4 തൂണുകൾ, അത് സ്റ്റീലിൻ്റെ തൂണുകളാണെങ്കിൽ ഓക്കെ, വില കൂടും. അതിന് മുകളിൽ ഷീറ്റിട്ട് SCP കൊണ്ടൊരു പാനലിങ് ചെയ്ത് ഈ MLA-യുടെയോ മന്ത്രിയുടെ പേരും എഴുതി വെക്കുന്നതിനാണ് ഈ പറയപ്പെടുന്ന 10-20 ലക്ഷം രൂപ വാങ്ങുന്നതെങ്കിൽ, ഈ സാധാരണക്കാരൻ വീട് വെക്കുന്ന സ്ഥലം ഒരുപക്ഷെ മുന്നേ നിലമായിരുന്നത് നികത്തിയതാകാം, തരം മാറ്റിയതാകാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു 400 സ്ക്വയർ ഫീറ്റ് ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് കെട്ടി മുകളിൽ എത്തിച്ചിട്ട് പണി തീർക്കുന്നതിന് ഇവരെത്രയാണ്? 1000 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. 2000 മുതൽ 2500 രൂപ വരെ സ്ക്വയർ ഫീറ്റിൽ നിന്ന് എന്തുണ്ട്, ഒരു വീട് പണിയുന്നതിന് റേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. കെട്ടി വാർത്ത് തേച്ച് തറയിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പൈസ ഘട്ടം ഘട്ടമായിട്ടേ കൊടുക്കും. തറ കെട്ടി കഴിയുമ്പോൾ ഇത്ര രൂപ, തറ കെട്ടാൻ ഇത്ര രൂപ, തറ കെട്ടി കഴിയുമ്പോൾ ഇത്ര രൂപ, കട്ടള വെച്ച് ഭിത്തി കെട്ടി ലിൻഡിൽ വാർക്കുമ്പോൾ ഇത്ര രൂപ, അതിൻ്റെ കോൺക്രീറ്റ് ചെയ്യാൻ ഇത്ര രൂപ, തറയിട്ട് അടുക്കളയും വൃത്തിയാക്കി 2 കതക് വിടുന്നതിനാണ് ഈ പണം കൊടുക്കുന്നത്. ഈ ഭവന പദ്ധതി പൂർണ്ണമാകുന്നുണ്ടോ? പൂർണ്ണമാകുന്നില്ല. വീടിന് പൂശാൻ പറ്റുന്നില്ല, വീട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പാവപ്പെട്ടവനൊക്കെ പിന്നീട് കടവും വാങ്ങി 2 ലക്ഷം രൂപ ഒരു 400 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ, ഈ 2000-ൻ്റെയും 2200-ൻ്റെയൊക്കെ കണക്ക് വിട്ടേക്കെ, ഇന്നത്തെ കാലത്ത് 1500 രൂപ ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ അധ്വാനം കൂടി ഒപ്പം ചേർത്താൽ ഒരു മാന്യമായിട്ടൊരു വീട് പണി തീർക്കാൻ പറ്റും. 6 ലക്ഷം രൂപ 400 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണിയാൻ വേണം. ആ 6 ലക്ഷം രൂപയായി കേരളത്തിലെ ഭവന പദ്ധതികളുടെ തുക ഉയർത്താൻ പോകുന്നു എന്ന സന്ദേശമാണ് ഈ പറയപ്പെടുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ജിയോ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായി പറയാൻ കഴിയുള്ളൂ. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ അതിദരിദ്രരുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഈ സർക്കാർ ആവിഷ്കരിച്ച് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എൻ്റെ പഞ്ചായത്തിലെ പല സർവേയിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്ന ആളുകളെന്ന് പറയുന്നത് വഴിയരികിൽ ഭിക്ഷയാചിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ മാത്രമേ നമുക്ക് ഇതിനകത്ത് അതിദരിദ്ര ലിസ്റ്റിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വീട് എന്ന് പറയാൻ പോലും ഇല്ലാത്തൊരു സ്ഥലം. ആ സ്ഥലത്ത് 2 പേരുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാൾ പണിക്ക് പോകുന്നുണ്ടെങ്കിൽ
അത് 200 രൂപയാണെങ്കിലും 300 രൂപയാണെങ്കിലും പണിക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ അതിദരിദ്രമായിട്ട് കൂട്ടാൻ കഴിയില്ല എന്നായിരുന്നു സർക്കാരിൻ്റെ കണക്ക് കൂട്ടൽ. ഓക്കെ, നമുക്ക് അതിൻ്റെ ആ ചർച്ചകളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും രാഹുലെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ അതിദരിദ്രരെ ലിസ്റ്റ് വിട്ടിട്ട് ഈ ഭവന പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പിണറായി സർക്കാരിനെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം ഈ ലൈഫ് ഭവന മിഷൻ പദ്ധതി പ്രകാരമുള്ള വീടുകളുടെ നിർമ്മാണവും വീടുകളുമാണ്. പക്ഷേ ഈ 4 ലക്ഷം രൂപ എന്ന് പറയുന്ന തുകയിൽ തന്നെ ഇവർ സ്റ്റിക്ക് ഓൺ ചെയ്തു. പക്ഷേ കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് ഇതെത്തിക്കാൻ ഒന്നാം പിണറായി സർക്കാരിന് സാധിച്ചു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തിലേക്കായപ്പോൾ ഈ ലൈഫ് ഭവന മിഷൻ പദ്ധതി വിശ്വസിച്ച് വീട് പൊളിച്ചിട്ടവരൊക്കെ ആ പൊളിച്ചിട്ട കൂരയുടെ ഷീറ്റിൻ്റെ അടിയിൽ കിടന്നുറങ്ങേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. കുറച്ചുകൂടി സുതാര്യമായത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യുമായിരുന്നു. ഇനി ഈ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട തുക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആന്റണി സർക്കാരിൻ്റെ കാലത്താണ് ഈ ലൈഫ് ഭവന മിഷൻ പദ്ധതിയുടെ ആരംഭമുണ്ടാകുന്നത്. അന്ന് ഒരു വീട് പണിയുന്നതിന് കൊടുത്തിരുന്ന തുക 75,000 രൂപയായിരുന്നു. ആന്റണി സർക്കാരാണ് ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അന്ന് 75,000 രൂപയാണ് അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തിരുന്നത്. 2006 അച്യുതാനന്ദൻ സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കുകയും 2008 ആയപ്പോഴേക്ക് 25,000 രൂപ വർദ്ധിപ്പിച്ച് 1 ലക്ഷം രൂപയാക്കി അച്യുതാനന്ദൻ സർക്കാർ ഈ പറയപ്പെടുന്ന ഭവന പദ്ധതിയെ ഉയർത്തുന്നു. അതിനുശേഷം 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഈ ഭവന പദ്ധതിയിൽ വർദ്ധിപ്പിച്ചത് നേരെ, അതായത് 1 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഈ ഭവന പദ്ധതിയിൽ വർദ്ധിപ്പിച്ചത് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ വർദ്ധിച്ചതോടുകൂടി 3 ലക്ഷം രൂപ ഭവന പദ്ധതി, അതായത് ലൈഫ് മിഷൻ എന്ന പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ, 3 ലക്ഷം രൂപയായി ഉമ്മൻചാണ്ടി സർക്കാർ ഈ പറയപ്പെടുന്ന ഭവന പദ്ധതിയെ ഉയർത്തിവിടുന്ന കാഴ്ചയാണ്. പിന്നീട് 2013 ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ, 2011 2 ലക്ഷം രൂപ വർദ്ധിപ്പിച്ച ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ 2013 ആകുമ്പോഴേക്ക് 1 ലക്ഷം രൂപ കൂടി വർദ്ധിപ്പിച്ച് 4 ലക്ഷം രൂപയാക്കി കേരളത്തിലെ ഭവന പദ്ധതിയുടെ തുകയെ ഉയർത്തി കാണിക്കുകയാണ്. 10 വർഷക്കാലങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ ഭരിച്ചു. പിണറായി വിജയൻ സർക്കാർ അതിൽ നിന്ന് 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഈ 4 ലക്ഷം രൂപ, പക്ഷേ ഗുണഭോക്താക്കളുടെ എണ്ണം കൂടി, അത് ഞാൻ അംഗീകരിച്ചു വരുന്ന കാര്യമാണ്. അതിനുശേഷം ഇന്ന് 2026 VD സതീശൻ സർക്കാർ വരുമ്പോൾ അത് 2 ലക്ഷം രൂപ കൂടി വർദ്ധിപ്പിച്ച് 6 ലക്ഷം രൂപയാക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. നോക്കൂ, ഈ കഴിഞ്ഞ 10 വർഷക്കാലം 1 രൂപ പോലും വർദ്ധിപ്പിക്കാത്ത ഈ 10 വർഷക്കാലം മെറ്റീരിയൽ കോസ്റ്റിലുണ്ടായ വില നമ്മൾ മനസ്സിലാക്കണം. 3,000-3,500 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന 150 അടി പാറയുടെ വില ഇന്ന് 6,500-നും 8,500-നും 10,000-നോട് അടുക്കുകയാണ്. സിമെന്റിന്റെ വില, കമ്പിയുടെ വില, എന്തിന് ഈ ബംഗാളിൽ നിന്നും അസമിൽ നിന്നും വന്ന് ഇവിടെ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ വേതനം പോലും 1,500 കടന്നിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത കൂടി നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഈ തുകയുടെ വർധനവിനെ പറ്റി സംസാരിക്കേണ്ടത്. എന്തായാലും ഒരു 400 സ്ക്വയർ ഫീറ്റ് പണിയാൻ 1,500 രൂപ കണക്കാക്കി 6 ലക്ഷം രൂപയാക്കാനുള്ള ഒരു തീരുമാനം VD സതീശൻ സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ അതിദരിദ്രർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് ഭവന പദ്ധതിയിൽപ്പെടുന്ന എല്ലാവർക്കും ഉയർത്താൻ സാധിച്ചാൽ അത് VD സതീശൻ സർക്കാരിൻ്റെ മറ്റൊരു ജനപ്രിയ പ്രഖ്യാപനമായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.